മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി കെ എം എബ്രഹാമിനെതിരായ കേസിൽ നടപടികൾ കടുപ്പിച്ച് CBI. അഴിമതി നിരോധന നിയമത്തിലെ വിവിധ വകുപ്പുകൾ ചുമത്തിയ CBI കെ എം എബ്രഹാമിന്റെ 12 വർഷത്തെ സ്വത്തുവിവരങ്ങൾ അന്വേഷിക്കാനും തീരുമാനിച്ചു. അതേസമയം വിജിലൻസിനേറ്റ തിരിച്ചടിയാണ് CBI അന്വേഷണമെന്ന് പരാതിക്കാരനായ ജോമോൻ പുത്തൻപുരയ്ക്കൽ പ്രതികരിച്ചു. അഴിമതി നിരോധന നിയമത്തിലെ 13(1), 13(1)(e) എന്നീ വകുപ്പുകളാണ് കെ എം എബ്രഹാമിനെതിരെ ചുമത്തിയിട്ടുള്ളത്. 2003 ജനുവരി മുതൽ 2015 ഡിസംബർ വരെയുള്ള കാലയളവിലെ കെ എം എബ്രഹാമിന്റെ സ്വത്ത് വിവരങ്ങളാണ് പ്രധാനമായും അന്വേഷണ പരിധിയിൽ ഉള്ളതും. കൊല്ലത്തെ 8 കോടി രൂപ വില വരുന്ന ഷോപ്പിംഗ് കോംപ്ലക്സും അന്വേഷണ പരിധിയിലുണ്ട്. നേരത്തെ വിജിലൻസ് ഇതേപ്പറ്റി അന്വേഷണം നടത്തിയിരുന്നില്ല. കെ എം എബ്രഹാമിനെതിരെ പ്രഥമദൃഷ്ട്യാ തെളിവുകളുണ്ടെന്ന കാര്യം CBI FIR-ൽ പരാമർശിച്ചിട്ടുണ്ട്. വിജിലൻസിനേറ്റ തിരിച്ചടിയാണ് CBI അന്വേഷണമെന്ന് പരാതിക്കാരനായ ജോമോൻ പുത്തമ്പുരയ്ക്കൽ പ്രതികരിച്ചു. മുംബൈയിലെ 3 കോടി വിലയുള്ള അപ്പാർട്ട്മെന്റ്, തിരുവനന്തപുരത്തെ 1 കോടി രൂപയുടെ അപ്പാർട്ട്മെന്റ്, കൊല്ലം കടപ്പാക്കടയിലെ ഷോപ്പിംഗ് കോംപ്ലക്സ് എന്നിവയടക്കം കെ എം എബ്രഹാം സമ്പാദിച്ച ആസ്തികൾ വരവിൽ കവിഞ്ഞ സ്വത്താണെന്നായിരുന്നു ആരോപണം. പരാതി ആദ്യം അന്വേഷിച്ചത് സംസ്ഥാന വിജിലൻസ് ആയിരുന്നു. വിജിലൻസ് ക്ലീൻ ചിറ്റ് നൽകിയതോടെ കേസ് CBI അന്വേഷിക്കണം എന്നാവശ്യപ്പെട്ട് ജോമോൻ പുത്തമ്പുരയ്ക്കൽ 2018 ഹൈക്കോടതിയെ സമീപിച്ചു. 2025 ഏപ്രിൽ 11 കേസ് CBI അന്വേഷിക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടു. എസ് ശ്രീകാന്ത്, 24, കൊച്ചി.